അൽഹംദുലില്ലാ നമ്മുടെ സജ്ജയിലുള്ള വെയർഹൗസിന്റെ പണി ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ മനോഹരമായ വെയർഹൗസ് നിർമ്മിച്ചത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയും ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ്. നമുക്കൊന്ന് ഈ വെയർഹൗസിനെ കുറിച്ചിട്ട് മൊത്തമായിട്ടൊന്ന് കണ്ടാം. ഈ വെയർഹൗസ് 3 പോർഷൻ ആയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പോർഷൻ ഫ്രണ്ട് സൈഡിൽ നിന്നാണ് എൻട്രൻസ്, ബാക്കി 2 പോർഷനും സൈഡ് ഭാഗത്തു നിന്നാണ് എൻട്രൻസ് ഉള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് വെയർഹൗസ് എന്ന് പറയുന്നത്. ഈ വെയർഹൗസ് മൊത്തത്തില് ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 2700 സ്ക്വയർ ഫീറ്റ് ആണ്. ആൻഡ് മെസൈൻ ഫ്ലോർ ഇസ് 1200 സ്ക്വയർ ഫീറ്റ്. 2 രീതിയിലാണ് മെസൈൻ ഫ്ലോർ സാധാരണ UAE ചെയ്യുന്നത്. ഒന്ന് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഡക്ക് സ്ലാബ് ഉണ്ടാക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് RCC സ്ലാബാണ്. ബാക്കിയുള്ള 2 വെയർഹൗസ് വരുന്നത് ഈ സൈറ്റിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഈ വെയർഹൗസിലോട്ട് നമ്മൾ വരാൻ വേണ്ടിയിട്ട് ആക്സസ് കൊടുത്തത് 6 മീറ്റർ ആണ്. ഈ രണ്ടാമത്തെ വെയർഹൗസ് എന്ന് പറയുന്നതും 2200 സ്ക്വയർ ഫീറ്റ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ഏരിയയില്, ടോപ്പ് ഫ്ലോർ 1200 സ്ക്വയർ ഫീറ്റ് ആണ്. നമ്മളിവിടെ വെയർഹൗസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇവിടെ സർവീസ് റൂം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കൊടുക്കണം. ആദ്യത്തെ സർവീസ് റൂം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ റൂമാണ്. രണ്ടാമത്തെ സർവീസ് റൂം എന്ന് പറയുന്നത് ടെലിഫോൺ റൂമാണ്. മൂന്നാമത്തെ സർവീസ് റൂം എന്ന് പറയുന്നത് ഫയർ റൂമാണ്. അത് നമ്മുടെ മറ്റേ സൈഡിലാണ് കൊടുത്തുള്ളത്. ഇത് നമ്മൾ ഗാർബേജ് റൂം വെയർഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് കൺസ്ട്രക്ട് ചെയ്യേണ്ടതാണ്. എല്ലാ വെയർഹൗസിലും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഒരു ഫയർ എക്സിറ്റ് ഡോർ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഫയർ എക്സിറ്റ് ഡോറിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് പുഷ് ബാർ ആയിരിക്കും. അത് ഒരു കാരണവശാലും നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും കാരണവശാല് ഫയർ വന്നു കഴിഞ്ഞാല് ഇത് ലോക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിസ്റ്റത്തിലാണ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്ത് പുഷ് ബാർ സിസ്റ്റമാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ വെയർഹൗസ് വരുന്നത്. ബാക്കി 2 വെയർഹൗസ് പോലെ തന്നെ സിമിലർ ആണ്. ഈ വെയർഹൗസ് 2500 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഏരിയയും 1200 സ്ക്വയർ ഫീറ്റ് മെസൈൻ ഫ്ലോർ ഏരിയയാണ് വരുന്നത്. ഏതൊരു വെയർഹൗസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും ഒരു സെപ്റ്റിക് ടാങ്ക് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ആ സൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്യണം. 2 രീതിയിലാണ് നമുക്ക് സെപ്റ്റിക് ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് RCC ചെയ്തിട്ട് ഇൻസൈറ്റ് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള സെപ്റ്റിക് ടാങ്കുകൾ നമുക്ക് ഇവിടെ കൺസ്ട്രക്ട്. ഈ സൈറ്റിലുള്ള സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് 11 മീറ്റർ ബൈ 2 മീറ്റർ വീതിയും 2 മീറ്റർ താഴ്ചയാണ് ഈ സെപ്റ്റിക് ടാങ്കിനുള്ളത്. ഇപ്പൊ നമ്മൾ സെപ്റ്റിക് ടാങ്കിന്റെ ഡെക്ക് സ്ലാബ് നമ്മുടെ ഇന്റർലോക്ക് ലെവലിൽ വന്നിട്ട് അതെന്തായിരിക്കും